ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും തൻ്റെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തം നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, അതിൻ്റെ 103 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓതിപ്പടിച്ചതും അതിൻ്റെ തഫ്സീർ മനസ്സിലാക്കിയതും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് എടുക്കേണ്ടത് 104 മുതൽ 107 വരെയുള്ള വചനങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല 104-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم يا أيها الذين آمنوا. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ 90-ലധികം തവണ വിളിച്ചൊരു വിളിയാണ് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. ഖുർആൻ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ സ്വീകരിക്കുന്ന ഒരു ശൈലിയാണ് യാ അയ്യുഹ. യാ എന്ന് പറഞ്ഞാൽ നിദാഇൻ്റെ വിളി എന്നാണ്. നിദാഇൻ്റെ ഹർഫാണ് യാ. നിദാ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് യാ. നമ്മളിപ്പോൾ ഓ എന്ന അക്ഷരം കൊണ്ട് നമ്മൾ എന്തു ചെയ്യും? ഓ എന്ന് നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ? ഇതുപോലെ അറബിയിൽ വിളിക്കാൻ ഉപയോഗിക്കുന്ന നിദാഇന് വേണ്ടി ഉപയോഗിക്കുന്ന, ഞാൻ അറബിയിൽ പറയുന്ന നിദാ എന്ന വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹർഫാണ് യാ. അല്ലയോ, ഓ എന്നൊക്കെ വിളിക്കാൻ. ഇപ്പോൾ ഖുർആൻ കാഫിരീങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചിട്ടുണ്ട്, ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചിട്ടുണ്ട്, വിശ്വാസികളെ മാത്രം വിളിച്ചു, ജൂതന്മാരെ മാത്രം വിളിച്ചു. അപ്പോൾ അള്ളാഹു ഇവിടെ നമ്മളെ വിളിക്കുകയാണ് യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ. അപ്പോൾ നമ്മളെയാണ് വിളിക്കണത്, വിശ്വാസികളെ അല്ലാഹു വിളിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു അദബ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു നിയമം നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറയാണ് ലാ തഖൂലൂ, നിങ്ങൾ പറയരുത്. ഖാല യഖൂലു ഖൗല്, എന്ത് നിങ്ങൾ പറയരുത്? റാഇന എന്ന് പറഞ്ഞാൽ റഅ യർഅ എന്ന പദത്തിൽ നിന്നാണ് റാഇന വന്നിട്ടുള്ളത്. റഅ യർഅ. അപ്പോൾ ഇവിടെ എന്തിനാണ് റാഇന എന്ന പദം പറയരുതെന്ന് പറഞ്ഞത്? അത് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. പിന്നെ നിങ്ങൾ എന്തു പറയണം? വഖൂലു ഉൻദുർന, നിങ്ങൾ പറയണം. ഖൂലു അത് അമ്രാൻ. ഇപ്പം ഇവിടെ ലാ തഖൂലു എന്ന് പറഞ്ഞാൽ നഹിയാണ്. നഹി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ചെയ്യരുത്, ഒരു കാര്യത്തെ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഓർഡറാണ്. അതിന് തൊട്ട് പിറകെ അല്ലാഹു പറയാണ് വഖൂലു, നിങ്ങൾ പറയണം. അപ്പോൾ ഒന്ന് പറയാൻ പാടില്ല, മറ്റൊന്ന് പറയണം. അപ്പം പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്താണ്? റാഇന എന്നാണ്. എന്താണ്? റാഇന. റാഇന റാഇന എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ ഗൗനിക്കണമെന്നാണ്. ഞങ്ങളെ ഗൗനിക്കണം, പരിഗണിക്കണം. ഞങ്ങളൊന്ന് പരിഗണിക്കണം കേട്ടോ, ഞങ്ങളൊന്ന് ഗൗനിക്കണം, ഞങ്ങൾ പറയണൊക്കെ ഒന്ന് കേൾക്കണം,
എന്നാണ് റാഇന എന്നതിൻ്റെ അർത്ഥം. റാ എന്ന് പറഞ്ഞാൽ ഒരു അമ്രാൻ, ഞങ്ങളെ ഒന്ന് ഗൗനിക്കണം, ഞങ്ങളൊന്ന് പരിഗണിക്കണം. അത് റഅ യർഅ, ആ പദം റഅ യർഅ എന്നതിൽ നിന്നാണ് എന്തു വന്നത്? റാ റാ, ഞങ്ങളൊന്ന് പരിഗണിക്കണം. റാഇന, ഞങ്ങളെ പരിഗണിക്കണം. ഓക്കെ, അപ്പം ഞങ്ങളെ പരിഗണിക്കണേ എന്ന് നിങ്ങൾ പറയരുത്. പിന്നെ നിങ്ങൾ എന്തു പറയണം? വഖൂലു, നിങ്ങൾ പറയണം. എന്തു പറയണം? ഉൻദുർന, ഉൻദുർന, അതും അമ്രാണ്. പിന്നെ പറയണമെന്ന് പറഞ്ഞ വാക്കെന്താണ്? ഉൻദുർന. പറയാൻ പാടില്ലാത്തത് റാഇന, പറയണമെന്ന് പറഞ്ഞത് ഉൻദുർന. അപ്പം എന്താണ് നദറ? നദറ എന്ന് പറഞ്ഞാൽ എന്താ? നദറ നോക്കി, എന്തുറു നോക്കുന്നു, ഉൻദുർ ഉൻദുർ നീ നോക്കൂ. നദറ എന്തുറു ഉൻദുർ, നദറ നോക്കി, എന്തുറു നോക്കുന്നു, ഉൻദുർ നീ നോക്കണം. അപ്പം ഇവിടെ ഉൻദുർന, താങ്കൾ ഞങ്ങളെ നോക്കണം എന്ന് പറയണം. മാത്രമല്ല വസ്മഉ, അടുത്ത വാക്കെന്താണ്? ഞങ്ങളെ കേൾക്കണം. വസ്മഉ, ഞങ്ങളെന്ത് ചെയ്യണം? കേൾക്കണം. അപ്പോൾ സമിഅ യസ്മഉ, ഇസ്മഅ, ഇസ്മഅ, താങ്കൾ കേൾക്കണം. അതിൻ്റെ പ്ലൂറലാണ്, ജംആണ്, ബഹുവചനാണ് ഇസ്മഉ. ഓക്കെ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വിശ്വാസികളെ നിങ്ങൾ ലാ തഖൂലു റാഇന, നിങ്ങൾ റാഇന എന്ന് പറയരുത്. വഖൂലു ഉൻദുർന വസ്മഉ, ഉൻദുർന വസ്മഉ എന്ന് പറയണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആയത്ത് അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. യഹൂദികൾ, അവരുടെ തന്നെ നമ്മുടെ സബ്ജക്റ്റ്, യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരും. എന്നിട്ട് നബിയോട് അവർ പറയും, നബിയെ ഉൻദുർന, ഞങ്ങളെന്ത് ചെയ്യണം? റാഇന, ഞങ്ങളെന്ത് ചെയ്യണം? ഒന്ന് പരിഗണിക്കണമെന്ന് പറയും. ശരിക്കും റാഇന എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ദ്വയാർത്ഥമുള്ളൊരു പദമാണ് എന്ത്? റാഇന. അതിന് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ആശയം റാഇന എന്നതിനുണ്ട്. അതായത് വിഡ്ഢി എന്നും മൂഢൻ എന്നൊക്കെ അതിനൊരർത്ഥമുണ്ട്. അപ്പോൾ ഇവർ സ്വഹാബികളും പ്രയോഗിക്കുന്ന വാക്ക് റാഇന എന്നാണ്. സ്വഹാബികളും റാഇന, ഞങ്ങളെ ഗൗനിക്കണേ എന്ന് പറയാറുണ്ട്. അപ്പോൾ ജൂതന്മാർക്ക് അതിന് ഒരു ദ്വയാർത്ഥമുണ്ടെന്നറിയാം. അത് നബിയുടെ അടുക്ക വന്നിട്ട് അവർ പറയണത് എന്തിനാണ്? അവർ പറയണത് നബിനെ വിഡ്ഢിന്ന് വിളിക്കാനാണ്, നബിനെ മൂഢൻ എന്ന് വിളിക്കാനാണ്. ഇതാരറിയുന്നുണ്ട്? അവരുടെ കൽബറിയുന്ന റബ്ബിനറിയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ്? ജൂതന്മാരുടെ മനസ്സിലിരിപ്പ് ഇതാണ്. ഈ ദ്വയാർത്ഥമുള്ള വേർഡ് ഉപയോഗിച്ചാൽ നബി എന്തോന്നാലും നമ്മൾ എതിർക്കൂല. കാരണം സ്വഹാബികളും അത് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പരക്കെ ഉപയോഗിക്കുന്ന വേർഡായതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇത് ഉദ്ദേശിച്ചാൽ മതി, ആരും ഒന്നും എതിർക്കാൻ പോകുന്നില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ മുന്നിൽ വന്ന് നബിയോട് സംസാരിച്ചവരുടെ ഹൃദയത്തിൽ അവരൊരു വാക്കുപയോഗിച്ചെടുത്ത് പോലും ദ്വയാർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയ റബ്ബ് എന്ത് ചെയ്യാണ്? വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ റാഇന എന്ന പദം എന്ത് ചെയ്യണ്ട? ഉപയോഗിക്കണ്ട. നിങ്ങൾ ഏത് പദം ഉപയോഗിക്കണം? ഉൻദുർന, നബിയെ ഞങ്ങളൊന്ന് നോക്കണേ, ഞങ്ങളൊന്ന് നോക്കണേ എന്ന പദം ഉപയോഗിച്ചാൽ മതി. അതിന് ദ്വയാർത്ഥം ഇല്ല. അപ്പോൾ നബിയുടെ മുന്നിൽ ഏത് രൂപത്തിൽ സംസാരിക്കണം, ഏത് വാക്കുപയോഗിക്കണം, ഏത് ഉദ്ദേശത്തിലുള്ള വാക്ക് ഉപയോഗിക്കണം എന്ന് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യാണ്? നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നൊരു വാചകമുണ്ട്. നഹല്ലാഹു തആല അൽ മുഅ്മിനീൻ, വിശ്വാസികളെ അള്ളാഹു വിരോധിക്കുകയാണ്. എന്താ വിരോധിക്കുന്നത്? ഐ യതശബ്ബഹു ബിൽ കാഫിരീൻ, കാഫിറുകളായ യഹൂദികളോട് സാദൃശ്യപ്പെടുന്നതിനെ അള്ളാഹു എന്ത് ചെയ്യുന്നു? വിരോധിക്കുന്നു. ഫി മഖാലിഹിം, അവരുടെ സംസാരങ്ങളിൽ, വഫി ആലിഹിം, അവരുടെ പ്രവർത്തനങ്ങളിൽ. അപ്പോൾ യഹൂദികളായ കാഫിരീങ്ങൾ അവരുടെ സംസാരവും അവരുടെ പ്രവൃത്തിയൊക്കെ അതിൽ നിന്ന് നമ്മൾ തശ്ബീഹ്, അവരോട് തശ്ബീഹ്, സാദൃശ്യപ്പെടാൻ പാടില്ല.
അപ്പോൾ പ്രവാചകനോട് കാണിക്കേണ്ട ഒരു അദബാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലാറുണ്ട് അല്ലേ? പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടേതായ ഒരു അഭിപ്രായം എന്ത് ചെയ്യൂല, നമ്മൾ പറയൂല. അതൊക്കെ അതിൻ്റെ അദബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന ഒരു ബഹുമാനാണ്. അപ്പോൾ ഇവിടെ നബിയുടെ മുന്നിൽ നേർക്ക് നേരെ വന്നിട്ട് റായിന റായിന എന്നിവർ പറയും. അവരുടെ സ്വഭാവമാണ്. നബീനെ ചീത്ത വിളിക്കുകയാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ജൂതന്മാർ പറയും അസ്സാമു അലൈക്കും. അസ്സാം എന്ന് പറഞ്ഞ നാശമുണ്ടാകട്ടെ എന്നാണ്. കേൾക്കണവർക്ക് ഇവർ സലാം പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവർക്കും വഅലൈക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി. അവർ പറയണത് നബിയെ അസ്സലാമു അലൈക്കും അല്ല, പിന്നെന്താണ് അസ്സാമു അലൈക്കുമാണ്. ആ ലാം അവിടെ നിന്ന് എന്ത് ചെയ്തു, ഇറങ്ങ് കട്ട് ചെയ്ത് മാറ്റി. ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് അക്ഷരങ്ങൾ അവരെന്ത് ചെയ്യും അതിൻ്റെ സ്ഥാനം തെറ്റിക്കും. അതിന് നമുക്ക് വിശദീകരിക്കാനുണ്ട്. അക്ഷരങ്ങളെ സ്ഥാനം തെറ്റിച്ച് ഇവരെന്ത് ചെയ്യും, ഇവർ വിളിക്കും. അപ്പോൾ ഇവർ നബിയുടെ അടുക്ക് വന്നിട്ട് നബിക്ക് മരണമുണ്ടാകട്ടെ നാശമുണ്ടാകട്ടെ എന്ന് പറയും. അപ്പം നബിയോട് പറഞ്ഞാൽ എന്താ, അലൈക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി. അലൈക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന ശൈലിയിൽ ദ്വയാർത്ഥമുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. സഹാബികളെ പിന്നെ നിങ്ങൾ ഏതുപയോഗിക്കണം, വഖൂലുൻദുർന വസ്മഉ. ഉൻദുർന ഞങ്ങളൊന്ന് നോക്കണം നബിയെ, വസ്മഉ ഞങ്ങളെ എന്ത് ചെയ്യണം, ഒന്ന് കേൾക്കണം, ഞങ്ങൾ പറയണൊക്കെ ഒന്ന് കേൾക്കണം. എന്നിട്ട് അല്ലാഹ് പറയുന്നു വലിൽ കാഫിരീന അദാബുൻ അലീം. ഈ വാചകം ഒരു ആയത്ത് അവസാനിപ്പിക്കുന്നത് വളരെ ഗൗരവമുള്ള ഒരു താക്കീതാണ്. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നബിയോട് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ ഒരാൾ പറയുന്നതിൻ്റെ കാരണം അവനിൽ എന്തുള്ളത് കൊണ്ടാണ്, കുഫ്റുള്ളത് കൊണ്ടാണ്. ഒരാളിൽ കുഫ്റുണ്ടാകുന്നത് കൊണ്ടാണ് നബിയോട് ഇത്തരം ദ്വയാർത്ഥത്തിലുള്ള വാക്കുകൾ എന്ത് ചെയ്യുക, ഉപയോഗിച്ച് നബിയെ പരിഹസിക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ സ്വഹീഹായ ഒരു ഹദീസാണ് എന്ന് നമ്മുടെ മുന്നിൽ വ്യക്തമായി നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഹദീസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. ആ ഹദീസ് എന്താ അങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അവിടെ സംശയം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പ്രവാചകൻ്റെ ഹദീസുകളെ പരിഹസിക്കുന്നവർക്കും കൂടിയുള്ള മറുപടിയാണ് ഇത് ഈ ആയത്ത്. ജൂതന്മാർ ഒരു പദം അതിന് രണ്ടർത്ഥമുണ്ട്, ദ്വയാർത്ഥമുണ്ട്. പക്ഷെ അവരുദ്ദേശിച്ചത് ഈ അർത്ഥമായതുകൊണ്ട് ഇനി സ്വഹാബികളെ നിങ്ങൾ ആ പദം ഉപയോഗിക്കണ്ട എന്ന് പറയണമെങ്കിൽ അള്ളാഹു എത്രത്തോളം പ്രവാചകനോട് നമ്മൾ സ്വീകരിക്കേണ്ട നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും വരേണ്ട പെരുമാറ്റം എത്രത്തോളം സൂക്ഷ്മമാണ് എന്ന് ഈ ആയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. ഇനി നമ്മൾ നോക്കിയാൽ സൂറത്തുൻ നിസാ നമ്മളൊന്ന് പരിശോധിച്ചാൽ സൂറത്തുൻ നിസായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സൂറത്തുൻ നിസാ മിനല്ലദീന ഹാദു, ജൂതന്മാരിൽപ്പെട്ടവർ, അവർ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളോട് ശത്രുത കാണിച്ചവരാണ്. മാത്രമല്ല യുഹർരിഫൂനൽ കലിമ അൻ മവാളിഇഹി, അവർ സ്ഥാനം തെറ്റിച്ചെന്ത് ചെയ്യും, വാക്കുകൾ പറയും. ഇത് അള്ളാൻ്റെ വേദഗ്രന്ഥത്തോടും ഇവരിങ്ങനെയാണ്, നബിയോടും ഇങ്ങനെയാണ്, സ്വഹാബത്തിനോടും ഇങ്ങനെയാണ്, മുസ്ലിങ്ങളോടും ഇങ്ങനെയാണ്. വേദഗ്രന്ഥത്തിൽ അള്ളാൻ്റെ ആയത്തുകൾ തിരിമറി നടത്തും. പ്രവാചകൻ്റെ അടുക്ക വന്നാൽ പ്രവാചകന് ശാപമുണ്ടാകട്ടെ, പ്രവാചകനെ പരിഹസിക്കുന്ന വാക്കുകൾ എന്ത് ചെയ്യും, പറയും. സ്വഹാബികളോടോ സ്വഹാബികൾക്കിടയിൽ സംശയം ജനിപ്പിക്കുന്ന വാക്കുകൾ എന്ത് ചെയ്യും, അവരിട്ട് കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അവരെപ്പറ്റി അള്ളാഹ് പറയുകയാണ്, അവരാരാണ്, അവർ വാക്കുകളെ തെറ്റിച്ച് കളയുന്നവരാണ്, സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയുന്നവരാണ്. മാത്രമല്ല അവർ പറയും യഖൂലൂന, അവർ പറയും സമിഅന വഅസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ എന്ത് ചെയ്തു, ധിക്കരിച്ചു. വിശ്വാസികൾ എന്താ പറയുക, സമിഅന വഅതഅന. അപ്പം ഇവരെന്ത് വെച്ചാൽ സമിഅന ഉറക്കെ പറയും, അസൈന എന്ത് ചെയ്യും, പതുക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്ക വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സമിഅന പതുക്കെ, അസൈന. അപ്പം അത്തഅന എന്നാണോ അസൈന എന്നാണോ പറഞ്ഞതെന്ന് ആളുകൾക്ക് എന്ത് ചെയ്യൂല, മനസ്സിലാവില്ല. അത്തഅന അസൈന സാദൃശ്യമുള്ളൊരു പദമാണ്. സമിഅന അസൈന പതുക്കെ അങ്ങോട്ട് പറയും. ചില ആളുകളുണ്ടല്ലോ ചില കാര്യം ഉറക്കെ പറയും എന്നിട്ട് അടക്കത്തിൽ വേറെ പറയും. ഇത് ഇവരുടെ ഒരു ശൈലിയായിരുന്നു. ഇത് ആളുകൾക്ക് മനസ്സിലാവൂല ഇവരെന്താ പറഞ്ഞതെന്നുള്ളത്. മാത്രമല്ല അവർ പറയും വസ്മ, നീ കേൾക്കുക, ഞങ്ങളെ കേട്ടോളൂ.
ഗൈറ മുസ്മഅ, അതേപോലെ തന്നെ ഇനി നിനക്കൊന്നും കേൾക്കാതെ ഇരിക്കട്ടെ എന്നുകൂടി ഒരു ശാപപ്രാർത്ഥന എന്തു ചെയ്യും? നടത്തും. അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. കേൾക്കാൻ ഇടവരാൻ പാടില്ലാത്തതൊന്നും ഞങ്ങളിനി കേൾക്കാതിരിക്കട്ടെ. അതായത് നബിയുടെ അടുക്കുന്നതിന് ഞങ്ങളൊന്നും കേൾക്കുക. ഈ രണ്ടർത്ഥവുമുണ്ട്. രണ്ടർത്ഥവും മോശർത്ഥമാണ്. രണ്ടർത്ഥവും എന്താണ്? മോശമാണ്. അതായത് താങ്കൾക്ക് കേൾക്കാൻ ഇനി കഴിയാതിരിക്കട്ടെ എന്ന് പറയും. അതല്ലെങ്കിൽ ഇനി കേൾക്കാൻ പാടില്ലാത്തതൊന്നും കേൾക്കാൻ ഇടവരുത്തല്ലേ എന്നവർ പറയും. മാത്രമല്ല റാഇന, ഇപ്പം നമ്മൾ പഠിച്ച വാക്ക് റാഇന, ഞങ്ങളെ ഗൗനിക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? വിഡ്ഢി, മൂടൻ എന്നൊരു ദ്വയാർത്ഥം അതിനുണ്ട്. അപ്പം അല്ലാഹ് പറയുകയാണ് വസ്മഅ വൻദുർന ലകാന ഖൈറൻ ലഹും. അവർ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഖൈറാകുമായിരുന്നു. ഇസ്മഅ, നബി ഞങ്ങളെ കേൾക്കണം. ഉൻദുർന, ഞങ്ങളൊന്ന് നോക്കണം. ഈ വാക്കാണ് അവർ പറഞ്ഞിരുന്നതെങ്കിൽ ലകാന ഖൈറൻ ലഹും വ അഖ്വം, ഏറ്റവും ഖൈറും ഏറ്റവും ചൊവ്വായ വാക്കതാണ്. വാക്കുകളിൽ ഏറ്റവും ചൊവ്വായത്. അപ്പം അതവർക്ക് പറയാമായിരുന്നു എന്ന് പറയുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തുടക്കത്തിലൊരു കാര്യം പറയുന്നുണ്ട്. ലയ്യംബി അൽസിനതിഹിം വതുഅനം ഫിദ്ദിയർ. അവരുടെ നാവുകൾ അവർ വളച്ചൊടിക്കുമെന്നാണ്. ഏത് കാര്യം പറഞ്ഞാലും അതിനൊരു വളച്ചൊടിക്കൽ അവർക്കുണ്ടാകും. ഈ ആയത്ത് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ ആയത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ആയത്തുകൂടി നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചത്. അപ്പോൾ സൂറത്തുൽ ബഖറയിലെ 104 ആയത്തും സൂറത്തുൽ നിസായിലെ 46 ആയത്തും ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോട് സംസാരിക്കുമ്പോൾ, പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ സഹാബത്ത് സംസാരിക്കുമ്പോൾ, പ്രവാചകൻ്റെ കാലശേഷം പ്രവാചകൻ്റെ ഹദീസുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏത് അദബ് സ്വീകരിക്കണം? വളരെ ബഹുമാനത്തോടുകൂടി പ്രവാചകൻ്റെ ഹദീസിനെ ആളുകളോട് പറയാനും ചർച്ച ചെയ്യാനും നമുക്ക് കഴിയണം. നോക്കൂ, ഇനി നമുക്ക് തിരിച്ചു വരാം. സൂറത്തുൽ ബഖറയിലെ 105 ആയത്തിലേക്ക് തിരിച്ചു വരാം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാ യവദ്ദുല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വലൽ മുശ്രിക്കീൻ. മാ യവദ്ദു, എന്താണ് വദ്ദ യവദ്ദു എന്നൊക്കെ പറഞ്ഞ? വദ്, വുദ്, മവദ്ദത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇഷ്ടപ്പെടുക എന്നാണ് വദ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം. വദ്ദ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു. യവദ്ദു, വദ്ദ ഇഷ്ടപ്പെട്ടു, യവദ്ദു ഇഷ്ടപ്പെടുന്നു, വുദ് ഇഷ്ടം, സ്നേഹം. അപ്പോൾ ഇവിടെ നമ്മൾ മവദ്ദത്ത് എന്ന വാക്കൊക്കെ ഇതിൽ നിന്ന് വന്നതാണ്. സ്ക്രീനിൽ വരുന്നില്ല അല്ലേ? ഇപ്പോൾ വരും. ഓക്കെ. അപ്പോൾ വദ്ദ എന്ന വാക്ക് നിന്നാണ് മാ യവദ്ദു. മാ യവദ്ദു എന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടപ്പെടുന്നില്ല, അവരാഗ്രഹിക്കുന്നില്ല. അല്ലദീന കഫറൂ, സത്യനിഷേധികൾ, മിൻ അഹ്ലിൽ കിതാബ്, വേദം നൽകപ്പെട്ടവരിൽ കാഫിറുകളായ ആളുകൾ അവരാഗ്രഹിക്കുന്നില്ല. വലൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവരും ആഗ്രഹിക്കുന്നില്ല. എന്ത്? അയ്യുനസ്സല അലൈക്കും, അയ്യുനസ്സല അലൈക്കും, നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നതിനെ. നസ്സല യുനസ്സിലു തൻസീൽ, നസ്സല എന്ന് വെച്ചാൽ ഇറക്കി എന്നാണ്. അപ്പം നിങ്ങളുടെ മേൽ ഇറക്കപ്പെടുന്നതിനെ അവരാഗ്രഹിക്കുന്നില്ല. എന്ത്? മിൻ ഖൈരിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഏത് ഖൈറും നിങ്ങൾക്ക് അവതരിക്കുന്നത് അവരെന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. ആര്? ജൂതന്മാരിൽപ്പെട്ട, അഹ്ലി കിതാബിൽപ്പെട്ട കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളുകൾക്കും നിങ്ങൾക്കൊരു ഖൈറ് കിട്ടുന്നത് അവർക്ക് എന്തല്ല? ഇഷ്ടമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും അവസാനത്തെ അന്തിമ ദൂതനായി പ്രവാചകനെ തിരഞ്ഞെടുത്തു. അവസാനത്തെ വേദഗ്രന്ഥമായി വിശുദ്ധ ഖുർആൻ പ്രവാചകൻ അവതരിച്ചു. സ്വഹാബത്തിനെ ഉത്തമരായ സമൂഹമാക്കി മാറ്റി. ഇതൊന്നും അവരുടെ മനസ്സിലത്ര ഇഷ്ടമുണ്ടാക്കിയിട്ടില്ല. ഇനി ഓരോ ആയത്തുകളും അവതരിക്കുമ്പോൾ അവർ രഹസ്യമാക്കി വെച്ച വിജ്ഞാനങ്ങൾ പോലും ആർക്ക് കിട്ടുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയാണ്. അപ്പോൾ അത് അവർക്കൊരിക്കലും തീരെ പിടിക്കുന്നില്ല. അപ്പം നുബുവത്ത് എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം, അതിനെ പിൻപറ്റാൻ കഴിയുന്ന മഹത്തായ തൗഫീക്ക്, ഇത് അവർ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു യഖ്തസ്സു. യഖ്തസ്സു എന്താ? ഇഖ്തസ്സ എന്ന് പറഞ്ഞാൽ
ഇഖ്തസ്സ എന്ന് പറഞ്ഞാൽ പ്രത്യേകമാക്കുക എന്നാണ്. എന്താണ്? പ്രത്യേകമാക്കുക. നമ്മൾ ഖാസ് എന്ന് പറയൂലേ, ഖാസാണ്, പ്രത്യേകമാണ് അല്ലേ. ചിലപ്പോൾ മസ്ജിദുൻ ഖാസ്, പ്രൈവറ്റ് മസ്ജിദ് എന്നുണ്ടാവും. അതേപോലെ തൊരീഖുൻ ഖാസ്, പ്രൈവറ്റ് റോഡെന്നുണ്ടാവും. അപ്പോൾ ആ ഖാസ എന്ന പദത്തിൽ, ഖസ്സ എന്ന പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്ന പദമാണ് എന്ത്? ഇഖ്തസ്സ, യഖ്തസ്സു. വല്ലാഹു യഖ്തസ്സു, അള്ളാഹു പ്രത്യേകമാക്കുന്നു, ബിറഹ്മത്തിഹി, അവൻ്റെ കാരുണ്യം കൊണ്ട്, മൻ യശാ, അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക്. ഇവിടെ ഒരു പദം കൂടി നമ്മൾ പഠിക്കണം. ഷാ, എന്താണ് ഷാ? ഷാ എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശിച്ചു. അതിൻ്റെ പ്രസൻറ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസുമാണ് യശാ, ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഉദ്ദേശിക്കും. നമ്മൾ ഇൻഷാ അല്ലാഹ് പറയൂലേ അല്ലേ? നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുതാം. ഇൻഷാ, ഇന്നിൻ്റെ നൂനും ഷായുടെ ഷീനും ഒരുമിച്ച് എഴുതിയാൽ ഇൻഷാ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. എന്താണ് ഇൻഷാ? കൺസെഷൻ. നമ്മളിവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ വണ്ടിക്ക് നോക്കിക്കോ, ലിൽ ഇൻഷാ, ഫോർ കൺസ്ട്രക്ഷൻ എന്നുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇൻഷാ ഒക്കെ ചിലപ്പോൾ ഒരുമിച്ച് വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കൂല, ഇൻഷാ, ആ നൂനും ഷീനും ഒരുമിച്ച് അങ്ങ് എഴുതും. അതിൻ്റെ അർത്ഥം കൺസ്ട്രക്ഷൻ ഒന്നും ഉണ്ടാക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇൻഷാ എന്ന് എഴുതുമ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് ഷാ അല്ലാ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ വേർഡ് കണ്ടീഷൻ്റെ ലെറ്ററാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആയാൽ, ചെയ്താൽ. ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചു, ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. പറയുമ്പോൾ ചിലപ്പോൾ പ്രശ്നം വരില്ല, ഇൻഷാ അല്ലാഹ്, അത് നമ്മൾ പറഞ്ഞു പോണതിന് കുഴപ്പമില്ല. പക്ഷെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ വലിയ അറബിക്കൊക്കെ ആയിരിക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് അയച്ചു കൊടുക്കണത്. അയാൾ ചോദിക്കും ഇവൻ എന്താ എഴുതിയിട്ടിരിക്കുമെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന കേവലം ഒരു ബേസിക്കായ കാര്യം പോലും എഴുതാൻ അറിയില്ലെന്ന് അയാൾ എന്ത് ചെയ്യും? നമ്മളെപ്പറ്റി ചിന്തിക്കും. അപ്പോൾ ഷാ യശാഉ മശീഅത്തൻ, ഉദ്ദേശം. അപ്പം അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാൻ്റെ റഹ്മത്ത് എന്ത് ചെയ്യുക? പ്രത്യേകമാക്കി കൊടുക്കുക. അള്ളാൻ്റെ പ്രധാനപ്പെട്ട അള്ളാൻ്റെ ഒരു സിഫത്താണ് അള്ളാൻ്റെ മശീഅത്ത്. മശീഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. അല്ലാഹ് ഉദ്ദേശിക്കാതെ ലോകത്ത് എന്ത് ചെയ്യൂല? ഒന്നും നടക്കൂല. ഖലാ ഖദർ പഠിക്കുമ്പോൾ അതിൽ 4 മർത്തബകളുണ്ട്. 4 മർത്തബകൾ. 1 ഇൽമാണ്, അള്ളാൻ്റെ അറിവാണ്. 2 കിതാബത്താണ്, അള്ളാഹ് എഴുതി വെച്ചിട്ടുണ്ട്. 3-മത്തേത് മശീഅത്ത്, അള്ളാൻ്റെ ഉദ്ദേശമാണ്. 4-മത്തെ അള്ളാൻ്റെ സൃഷ്ടിപ്പാണ്. അപ്പം 3-മത്തെ ഒരു മർത്തബ എന്ന് പറഞ്ഞാൽ മശീഅത്ത്, അള്ളാൻ്റെ ഉദ്ദേശം. അള്ളാഹ് ഉദ്ദേശിക്കാതെ ലോകത്തൊന്നും നടക്കുക. അള്ളാൻ്റെ ഇറാദത്തിൽ, അള്ളാൻ്റെ മശീഅത്തിൽ പെടാതെ ഒന്നും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകൂല. എന്തിവിടെ നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ടാവും? ഉദ്ദേശിച്ചിട്ടുണ്ടാവും. വമാ യശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ നോക്കൂ, അള്ളാഹ് ഉദ്ദേശിച്ചവർക്കാണ് അവൻ്റെ റഹ്മത്തിനെ പ്രത്യേകമാക്കുക. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇവിടെ ഈ റഹ്മത്തെന്ന് ഉദ്ദേശിച്ചത് എന്താണ്? പ്രവാചകന് കിട്ടിയ നുബൂവത്തും ആ നുബൂവത്തിനെ പിന്തുടരുക എന്ന് പറയുന്ന തൗഫീക്കുമാണ് യഥാർത്ഥത്തിൽ എന്ത്? ഇവിടുത്തെ റഹ്മത്ത്. അത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യുള്ളൂ? കൊടുക്കുകയുള്ളൂ. നമുക്കറിയാം, ഹിദായത്ത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുകയുള്ളൂ. ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അള്ളാൻ്റെ കൂട്ടുകാരനാണ്. പക്ഷെ എന്നിട്ട് വാപ്പക്ക് അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല? ഹിദായത്ത് കൊടുത്തിട്ടില്ല. നൂഹ് നബി ആദ്യത്തെ റസൂലാണ്. സ്വന്തം ഭാര്യയ്ക്ക് അള്ളാഹ് എന്ത് ചെയ്തില്ല? ഹിദായത്ത് കൊടുത്തില്ല. ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തില്ല. പക്ഷെ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യയ്ക്ക് ഹിദായത്ത് കൊടുക്കാത്ത റബ്ബ് ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായി ഫിറൗൻ്റെ ഭാര്യയ്ക്ക് എന്ത് കൊടുത്തു? ഹിദായത്ത് കൊടുത്തു. ശ്രദ്ധേയമായ ഒരു സംഭവമാണത്. സൂറത്തു തഹ്രീമിൻ്റെ അവസാനത്തിൽ അള്ളാഹ് ഉപമ പറയാൻ ഉപയോഗിച്ചത് ഈ 4 സ്ത്രീകളെ പറ്റിയാണ്. അതിൽ ആദ്യം 2 സ്ത്രീകളെ പറഞ്ഞത് ഇവിടുത്തെ സത്യനിഷേധികളായ കാഫിറുകൾക്ക് മാതൃക എന്നാണ് പറഞ്ഞത്. അതാരൊക്കെ? നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാർ. എന്നാൽ സത്യവിശ്വാസികൾക്ക് മാതൃക ആരാണ്? ഫിറൗൻ്റെ ഭാര്യയും മറിയം ബീവിയാണ്. അപ്പം അള്ളാഹു ഇങ്ങനെയാണ് ചില ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തതാണ് അബൂ താലിബ്.
അബൂ താലിബിന് അള്ളാഹ് എന്ത് കൊടുത്തില്ല? ഹിദായത്ത് കൊടുത്തില്ല. പക്ഷെ അബൂജഹലിൻ്റെ മകന് അള്ളാഹ് എന്ത് കൊടുത്തു? ഹിദായത്ത് കൊടുത്തു. വലീദ് ബിൻ മുഗീറയുടെ ഒരു മകൻ ഖാലിദ് ബിൻ വലീദിന് എന്ത് ചെയ്തു? ഹിദായത്ത് കൊടുത്തു. അല്ലേ? അബൂ ലഹബിൻ്റെ ഒരു മകന് ഹിദായത്ത് കൊടുത്തു. അപ്പം അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് ഇത് എന്ത് ചെയ്യുള്ളൂ? കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചവർക്ക് പോലും ഈ ഹിദായത്ത് എന്ത് ചെയ്തിട്ടില്ല? പലർക്കും കിട്ടിയിട്ടില്ല. അപ്പം നമ്മളൊക്കെ ഇവിടെ വന്ന് ഇരിക്കുന്നത് ഹിദായത്ത് കിട്ടിയത് കൊണ്ടാണ്. നമുക്ക് ഈ ഭൂമിയുടെ മുകളിൽ ആകാശത്തിൻ്റെ താഴെ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇസ്ലാമിനെ മുറുകെ പിടിക്കാൻ കഴിയുക. അതല്ലെങ്കിൽ നമുക്ക് ഇസ്ലാമിനെ പലപ്പോഴും മുറുകെ പിടിക്കാൻ കഴിയണമെന്നില്ല. അപ്പം ആദ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത്. കോടിക്കണക്കിന് മനുഷ്യരിൽ അള്ളാഹു എന്നെ മുസ്ലിമായി തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു തൗഫീഖാണ്. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അള്ളാഹു അങ്ങേയറ്റം ഔദാര്യമുള്ളവനും മഹത്വമുള്ളവനുമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. ഫദ്ലുള്ളവനാണ് അള്ളാഹു, അതേപോലെ തന്നെ അളമത്തുള്ളവനാണ്. ഫദ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔദാര്യം. അകമഴിഞ്ഞ് സഹായിക്കുന്നവൻ. യാതൊരു കണ്ടീഷനുമില്ലാതെ എന്തു ചെയ്യും? അള്ളാഹു ഔദാര്യം ചില ആളുകൾക്ക് എന്തു ചെയ്യും? നൽകും. മഹാനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ പറഞ്ഞെന്താ? ഹാദാമിൻ ഫദ്ലി റബ്ബി. അപ്പോൾ എന്തും എൻ്റെ എൻ്റെ റബ്ബിൻ്റെ ഫദ്ലാണെന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? പറ്റണം. അദീം എന്നത് അള്ളാഹിൻ്റെ ഒരു നാമമാണ്. അതിലൊരു സിഫത്തുണ്ട്, അളമത്ത്. അള്ളാഹു മഹത്വമുള്ളവനാണ്. അപ്പോൾ അടുത്ത ആയത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മാ നൻസഖ്, നസഖ യൻസഖു. നസഖ എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക എന്നാണ് അർത്ഥം. എന്താണ്? നീക്കം ചെയ്യുക. മാ നൻസഖ്, നാം നീക്കം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നാം പകരം കൊണ്ടുവരുന്നില്ല എന്നർത്ഥമുണ്ട്. നസഖ എന്നതിൻ്റെ അർത്ഥം ബദല എന്നർത്ഥമുണ്ട്, ഇസാലത്ത് നീക്കം ചെയ്യുക എന്നും അർത്ഥമുണ്ട്. അപ്പം ഇവിടെ നാം നീക്കം ചെയ്യുന്നില്ല മിൻ ആയത്തിൻ, ഒരു ആയത്തും. ഒരായത്തും നാം നീക്കം ചെയ്യുന്നില്ല, മാറ്റുന്നില്ല. ഔ അല്ലെങ്കിൽ, നുൻസിഹ അത് നാം മായിച്ച് കളയുന്നില്ല, അല്ലെങ്കിൽ മറപ്പിച്ച് കളയുന്നില്ല. അൻസ യുൻസി എന്നൊക്കെ പറഞ്ഞാൽ മറപ്പിച്ച് കളയുന്ന. അതിന് പണ്ഡിതന്മാർ കൊടുത്തത് മഹ യംഹു, അതായത് മായിച്ച് കളയുക. അതിന് എവിടെ നിന്നാണ് മായിച്ച് കളയുന്നതെന്ന് വെച്ചാൽ നമുക്ക് വിശദീകരിക്കാം. അപ്പം നാം ഒരു ആയത്തിനെ നീക്കം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നാം മറപ്പിച്ച് കളയുന്നും ഇല്ല. ബിഖൈ നഅതി, നാം കൊണ്ടുവരുന്നു. ബിഖൈരിൻ മിൻഹാ, അതിനേക്കാളും ഖൈറായ ഒരു ആയത്ത് കൊണ്ടുവരാതെ. ഔ മിസ്ലിഹ, അല്ലെങ്കിൽ അതുപോലൊരായത്ത് കൊണ്ടുവരാതെ നമ്മളൊരായത്തിനെയും നീക്കം ചെയ്യുന്നില്ല. അതായത് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ഖുർആനിൽ നെസ്ഖുണ്ടെന്നാണ്. ഖുർആനിൽ എന്തുണ്ട്? നെസ്ഖുണ്ട്. അത് എഴുതേണ്ട ഒരു കാര്യമാണ്. നമുക്ക് പറഞ്ഞു പോകാം. നാസിഖ് മൻസൂഖ്, മഹാനായ മുഫസ്സിർ അമാനി മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ മുഖവുരയിൽ ഖുർആൻ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലൊരു വിഷയമാണ് ആയത്തുകളും അതിൻ്റെ വിധിവിലക്കുകളും ദുർബലപ്പെടുത്തുക എന്നൊരു തലക്കെട്ടുണ്ട്. അത് നിങ്ങൾ വായിക്കണം, ഒരു തവണയെങ്കിലും ഒന്ന് വായിക്കണം. അതായത് ഖുർആനിൽ നെസ്ഖുണ്ട്. നെസ്ഖ് എന്ന് പറഞ്ഞാൽ ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് അവതരിപ്പിക്കും. ആ ആയത്തിനെ അല്ലാഹ് പിന്നീട് എന്ത് ചെയ്യും? നെസ്ഖ് ചെയ്യും. നെസ്ഖ് വെച്ചാൽ ദുർബലപ്പെടുത്തും, അല്ലെങ്കിൽ നീക്കം ചെയ്യും. അപ്പം നെസ്ഖ് പ്രധാനമായും 3 രൂപത്തിലാണ്. 3 രൂപത്തിൽ. അതിൽ ഒന്ന് നെസ്ഖു തിലാവത്തി വൽ ഹുക്മ്. ആ ആയത്തും ആ ആയത്തിൻ്റെ വിധിയും എന്തു ചെയ്യും? ഹുക്മ് ചെയ്യും. അവതരിപ്പിച്ച ആയത്തും ഹുക്മ് ചെയ്യും, ആയത്തിൻ്റെ വിധിയും ഹുക്മ് ചെയ്യും. ആയത്തിൽ പറഞ്ഞിരിക്കണ മതവിധി എന്താണോ അതും അള്ളാഹു ദുർബലപ്പെടുത്തും. രണ്ടാമത്തെ നെസ്ഖ് എന്ന് പറഞ്ഞാൽ നെസ്ഖു തിലാവ ദൂനൽ ഹുക്മ്. ആയത്ത് എന്തു ചെയ്യും? മാറ്റും. വിധി, മതവിധി എന്തു ചെയ്യും? നിലനിർത്തും. മൂന്നാമത്തെ നെസ്ഖുൽ ഹുക്മ് ദൂന തിലാവ. ആയത്തുണ്ടാവില്ല,
പിന്നെ ആയത്ത് ഉണ്ടാകും, ഹുക്കും എന്ത് ചെയ്യും? നസ്ഖ് ചെയ്യും. ആയത്ത് ഖുർആനിലുണ്ടാവും, പക്ഷെ ആയത്തിൽ പറഞ്ഞ ഹുക്കും മതവിധിയാകൂല. അപ്പം ഇങ്ങനെ 3 തരത്തിൽ നസ്ഖ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, ചില ഇസ്ലാമിലുള്ള ചില വ്യക്തികൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞു നസ്ഖ് ഇല്ല എന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ആയത്തിനും പ്രവാചകൻ്റെ ഹദീസുകൾക്കും സഹാബത്തിൻ്റെ ഇജ്മാഇനും മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരുടെ ഇജ്മാഇനും എതിരാണ്. കാരണം ഖുർആനിൽ എന്തുണ്ട്? നസ്ഖുണ്ട്. അള്ളാഹ് ഈ ആയത്തിൽ പറയുകയാണ്, ഒരായത്ത് ഞാൻ നസ്ഖ് ചെയ്യുകയില്ല, അല്ലെങ്കിൽ മറപ്പിച്ച് കളയുകയില്ല, അതിനേക്കാൾ ഖൈറോ അതുപോലുള്ളതോ പകരം കൊണ്ടുവരാതെ. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നസ്ഖ് ചെയ്തു എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും അത് ഖുർആനിൻ്റെ ന്യൂനതയല്ലേ. ജൂതന്മാർ ഈ ഒരു വാദം കൊണ്ടുവന്നപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. അതായത് അന്തിമ ദൂതനാണ് പ്രവാചകൻ, ഖുർആൻ അള്ളാൻ്റെ അടുക്കൽ നിന്നുള്ള വേദഗ്രന്ഥമാണ് എന്നിരിക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ തൗറാത്തിലുള്ള നിയമങ്ങൾ നസ്ഖ് ചെയ്യുക? തൗറാത്തും ആരവതരിപ്പിച്ചതാണ്? അള്ളാഹ് അവതരിപ്പിച്ചതാണ്. അപ്പോൾ അള്ളാൻ്റെ ദൂതനായി വന്ന മുഹമ്മദ് നബി അള്ളാൻ്റെ വേദഗ്രന്ഥവുമായി വന്നിട്ട് എങ്ങനെ തൗറാത്തിലെ നിയമം നസ്ഖ് ചെയ്യും? അത് ശരിയല്ലല്ലോ. അതേപോലെ തന്നെ അള്ളാഹ് ഇനി ഖുർആനിൽ അവതരിപ്പിച്ച ആയത്തുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ അതും പറഞ്ഞു. മുശ്രിക്കുകൾ പറഞ്ഞു ഖുർആനിലൊരു ആയത്ത് അവതരിപ്പിക്കുക, എന്നിട്ട് അതെന്ത് ചെയ്യുക? മാറ്റുക. ഇത് മുഹമ്മദ് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞു. സൂറത്തുൻ നഹ്ൽ ഒന്ന് എടുക്ക്. സൂറത്തുൻ നഹ്ൽ, നഹ്ൽ എത്രാമത്തെ അധ്യായമാണ്? പെട്ടെന്ന് പറയണം. 16. സൂറത്തുൻ നഹ്ൽ 16. അതിൻ്റെ 101 ആയത്തെടുക്ക്. 101 സൂറത്തുൻ നഹ്ൽ, പേജ് നമ്പർ 278. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്നറിയോ? വൈദാ ബദ്ദൽന, നാം പകരം കൊണ്ടുവന്നാൽ, ആയത്തൻ ഒരു ആയത്തിനെ, മക്കാന ആയത്തിൻ ഒരായത്തിൻ്റെ സ്ഥാനത്ത് നാം മറ്റൊരായത്തിനെ പകരം കൊണ്ടുവന്നാൽ, വല്ലാഹു അഅലമു ബിമാ യുനസ്സിൽ, അവൻ അവതരിപ്പിക്കുന്നതിനെ തൊട്ട് അള്ളാഹുവാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ. അപ്പോൾ അള്ളാഹു ഒരായത്തിൻ്റെ സ്ഥാനത്ത് വേറൊരു ആയത്തിന് എന്ത് ചെയ്യും? കൊണ്ടുവരും. ഒരായത്ത് നിലനിർത്തിയിട്ട് ആ ഹുക്കും എന്ത് ചെയ്യും? മാറ്റും. ചിലപ്പോൾ ഹുക്കും നിലനിർത്തിയിട്ട് എന്ത് ചെയ്യും? ആയത്ത് മാറ്റും. ചിലപ്പോൾ ഹുക്കുമും ആയത്തും എന്ത് ചെയ്യും? മാറ്റും. അപ്പം നസ്ഖ് എത്ര രൂപത്തിലാണ്? 3 രൂപത്തിലാണ്. ഒന്ന് ആയത്തിനെയും ആയത്തിൻ്റെ ഹുക്കുമിനെയും നസ്ഖ് ചെയ്യും. 2 ആയത്ത് നിലനിർത്തി ഹുക്കും നസ്ഖ് ചെയ്യും. 3 ഹുക്കും നിലനിർത്തി ആയത്ത് നസ്ഖ് ചെയ്യും. അതിന് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. ആദ്യം നമുക്ക് ഖുർആനിൻ്റെ ആയത്ത് കൊണ്ട് നസ്ഖ് ചെയ്യപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അത് ഖുർആനി പറഞ്ഞതിനെയല്ല നസ്ഖ് ചെയ്തത്. പിന്നെയോ മുസ്ലിമീങ്ങൾ നിയമമായി കൊണ്ട് നടന്ന ചില കാര്യങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറയുന്നത്. മുസ്ലിമീങ്ങൾ നിയമമായി കൊണ്ട് നടന്നിരുന്ന ചില കാര്യങ്ങൾ, അതിനെ ഖുർആനിൽ ആയത്ത് കൊണ്ട് എന്ത് ചെയ്യും? നസ്ഖ് ചെയ്യും. അതിലൊരു ഉദാഹരണമാണ് കിബില മാറ്റം. ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് ആദ്യം വിശ്വാസികൾ 16 17 മാസം തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചത്. മദീനയിലെത്തിയപ്പോൾ, മദീനയിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരാണ് ഉള്ളത്. അവിടെ നിന്നാണ് നബിയും സഹാബത്തെ എങ്ങോട്ട് തിരിയണത്? കഅബയിലേക്ക് തിരിയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാശത്തിലേക്ക് ഇങ്ങനെ തല ഉയർത്തു എന്നാണ് പ്രവാചകൻ. ജിബ്രീൽ ഒരു വഹിയുമായി വന്നിരുന്നെങ്കിൽ എന്തിനാണ്? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, നബിയെ താങ്കൾ ആകാശത്തിലേക്ക് തല ഉയർത്തുന്നത് നാം അറിയുന്നുണ്ട് നബിയെ. എന്തിനാണ്? ഈ കിബില ഒന്ന് കഅബയിലേക്ക് ആക്കാൻ വേണ്ടി നബി ആഗ്രഹിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ആയത്ത് അവതരിച്ചു. സഹാബത്ത് നബിയോടൊപ്പം ആയിരുന്നപ്പോൾ നബിയും സഹാബത്തും ഒരുമിച്ച് കിബില മാറി. പക്ഷേ ഇതറിയാത്തൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, വേറൊരു സ്ഥലത്ത് നിസ്കരിക്കുന്നുണ്ടായിരുന്നു. മദീനത്തെ എന്ന മസ്ജിദുൽ കിബിലത്തൈനി നിങ്ങൾക്ക് കാണാൻ പറ്റും. മസ്ജിദുൽ കിബിലത്തൈനി നിൽക്കുന്ന സ്ഥലത്ത് സഹാബികൾ നിസ്കരിക്കുമ്പോൾ അസ്റോ ലൊഹറോ അവർ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഒരു സഹാബി മദീന പള്ളി നിസ്കരിച്ചിട്ട് അവിടെ എത്തിയപ്പോൾ ഇവർ എന്ത് ചെയ്യണം? മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞില്ലേ കിബില മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ നിൽക്കണ നിസ്കാരത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? നേരെ അത് വ്യത്യസ്ത അഭിപ്രായമുണ്ട്.
വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഉടനെ എന്ത് ചെയ്തു? തിരിഞ്ഞു. എങ്ങോട്ട് തിരിഞ്ഞ്? കിബിലയിലേക്ക്, കഅബയിലേക്ക് തിരിഞ്ഞു. കഅബയിലേക്ക് തിരിഞ്ഞപ്പോൾ ആ പള്ളിക്ക് മസ്ജിദുൽ കിബിലത്തൈനി, 2 കിബിലയിലേക്ക് തിരിഞ്ഞത് എന്ന് അർത്ഥം വരുന്ന ഒരു ഇതാണ് ആ പള്ളിക്ക് പേര് വന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഈ ആയത്ത് അവതരിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ എന്താ പറയുന്നറിയോ? കണ്ടോ, മുസ്ലിങ്ങൾക്ക് നിയമം മാറ്റി, ഇതെന്താ ഇപ്പോൾ ഒരു നിയമം, കുറച്ച് കഴിയുമ്പോൾ വേറെ നിയമം. ഖുർആനിൽ ആയത്ത് അവതരിച്ചു. പക്ഷെ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് മസ്ജിദുൽ അക്സയിലേക്ക് തിരിയാൻ ഉണ്ടായിട്ടില്ല. സുന്നത്തിലാണുള്ളത്. ആ സുന്നത്തിലെ ഹുക്കുമിനെ ഖുർആൻ്റെ ആയത്ത് കൊണ്ട് എന്ത് ചെയ്തു? അള്ളാഹ് നസ്ഖ് ചെയ്തു. ഇതാണ് ഒന്ന്. രണ്ടാമത്തത്, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ, വിധവയായ സ്ത്രീക്ക് ഖുർആനിൽ ആദ്യം പറഞ്ഞിരുന്നത് എന്താണ്? 1 കൊല്ലം ഇദ്ദയിരിക്കണമെന്നാണ്. സൂറത്തുൽ ബഖറയിലെ 240 ആയത്ത്. ആ ആയത്തിനെ അള്ളാഹു സൂറത്തുൽ ബഖറയിലെ 234 ആയത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു? നസ്ഖ് ചെയ്യുന്നു. 4 മാസവും 10 ദിവസം ഇരുന്നാൽ മതി, ഇളവ് കൊടുത്തു. അപ്പോൾ അവിടെ എന്തിനാ അള്ളാഹ് ആദ്യം 1 കൊല്ലം പറഞ്ഞു, പിന്നെ 4 മാസം 10 ദിവസം ആക്കിയത്? അള്ളാഹു ഇളവ് നൽകുന്നവനാണ്. അള്ളാഹു ആളുകൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഒരുപാട് സന്ദേശം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ആയത്ത് ഇറക്കിയിട്ട് ആ ആയത്തിനെ മാറ്റി പകരം ഒരു ആയത്ത് കൊണ്ടുവരാം, അതേപോലെ ഒരു ആയത്ത്, അല്ലെങ്കിൽ അതിനേക്കാളും ഹൈറായ ഒരായത്ത്. അത് അള്ളാഹിൻ്റെ അധികാരത്തിൽ പെട്ടതാണ്. അതിന് നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് ബഖറയിലെ അവസാനത്തെ പേജ് എടുത്തേ. സൂറത്ത് ബഖറയിലെ അവസാനത്തെ പേജ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു നസ്ഖ് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, മറന്നു പോകില്ല. ഏതാ അവസാനത്തെ പേജിൽ? ആമന റസൂൽ 284, 285, 286. 284 ആയത്ത് നോക്കൂ. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ് وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبُكُم بِهِ اللَّهُ فَيَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ وَاللَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ. ഈ ആയത്തിലൊരു ഹുക്കുമുണ്ട്. ഹുക്കുമിനെ അള്ളാഹു നസ്ഖ് ചെയ്തു, ആയത്തിനെ നിലനിർത്തി. അപ്പോൾ ഹുക്കുമിനെ നസ്ഖ് ചെയ്യാൻ അള്ളാഹു പകരം കൊണ്ടുവന്ന ആയത്ത് ഏതാണ്? ഏറ്റവും ലാസ്റ്റത്തെ ആയത്ത്. ഏതായത്ത്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഈ ആയത്താണ് പകരം കൊണ്ടുവന്നത്. പകരം കൊണ്ടുവന്ന ആയത്തിനെ നാസിഖ് എന്നാ പറയുക. കളഞ്ഞ ഹുക്കുമിനെ എന്താ പറയുക? മൻസൂഖ്. നാസിഖ് വൽ മൻസൂഖ്. മൻസൂഖ് എന്ന് പറഞ്ഞാൽ ദുർബലപ്പെട്ടത്, ആയത്തുവാകാം വിധിയാകാം. പകരം കൊണ്ടുവന്നത് നാസിഖ്. അപ്പോൾ ദുർബലപ്പെട്ട ഹുക്കും ഏതാണ്? ഇൻ തുബ്ദൂ മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. നിങ്ങൾ മനസ്സിലൊരു കാര്യം വിചാരിച്ചു, അത് നിങ്ങൾ രഹസ്യമാക്കി വെച്ചാലും പരസ്യമാക്കി വെച്ചാലും അള്ളാഹ് നിങ്ങൾ എന്തു ചെയ്യും? വിചാരണ ചെയ്യും. ഈ ആയത്ത് അവതരിച്ച ഉടനെ സ്വഹാബികളൊക്കെ നബിയുടെ അടുക്കലേക്ക് ഓടിയെത്തിയെന്നാണ്. നബിയുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ കഴിവിൽപ്പെടാത്തൊരു കാര്യമാണ് അള്ളാഹു വിധിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കഴിവിൽപ്പെടാത്തൊരു കാര്യമാണ്. വേവലാതി പറഞ്ഞു, വിഷമം പറഞ്ഞു. അവരെങ്ങനെ സ്വഹാബികൾ നബിയുടെ മുന്നിൽ നിന്നത്? മുട്ടുകുത്തി നിന്നു. ആ ആയത്ത് അവതരിച്ചപ്പോൾ സ്വഹാബത്തിന് അങ്ങേയറ്റം പേടിയുണ്ടായിരുന്നു എന്നാണ്, അങ്ങേയറ്റം ഭയപ്പാടുണ്ടായി. ഈ ആയത്ത് ഞങ്ങൾ എങ്ങനെ ജീവിതത്തിൽ പകർത്തും? ഈ ആയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയില്ലല്ലോ നബിയെ. കാരണം എന്താ? ഇത് ഞങ്ങളുടെ കഴിവിൽപ്പെടാത്ത കാര്യമാണ്. എന്താണ്? നിങ്ങളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടായി, അത് നിങ്ങൾ പുറത്ത് കാണിച്ചാലും പുറത്ത് കാണിച്ചില്ലെങ്കിലും ശരി, അള്ളാഹ് എന്ത് ചെയ്യും? ജഡ്ജ്മെൻറ്റ് നടത്തും. അത് ശരിക്കും പറഞ്ഞൊന്ന് ആലോചിക്കും, നമ്മുടെ മനസ്സിൽ എന്തെല്ലാം ചിന്തകൾ വരുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ ആ ചിന്തകൾ കാരണം അള്ളാഹു നമ്മളെ ശിക്ഷിക്കില്ല. ആ ചിന്തകളിൽ നിന്ന് വരുന്നതിൻ്റെ ഔട്ട്പുട്ട് അത്
വാക്കായി പറയുമ്പോഴോ പ്രവൃത്തിയായി ചെയ്യുമ്പോഴോ അത് തിന്മയായിട്ട് എന്ത് ചെയ്യുള്ളൂ, രേഖപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിലെ ഹുക്കുമിനെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു എന്ത് ചെയ്യാണ്, നസ്ഖ് ചെയ്യാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളുടെ കഴിവിൽപ്പെടാത്തത് അള്ളാഹു എന്ത് ചെയ്യൂല, അവൻ്റെ മേൽ ഭാരം ചുമത്തുകയില്ല. ഈ ആയത്ത് അവതരിച്ചതോടുകൂടി ആ ആയത്തിലെ ഹുക്കും എന്ത് ചെയ്തു, നസ്ഖ് ചെയ്തു. അപ്പം മനസ്സിലൊരു കാര്യമുണ്ട്, പക്ഷെ മനസ്സിലുള്ള കാര്യം മനസ്സിൽ തന്നെ പിടിച്ചു നിർത്തി, ഒരു മനുഷ്യനോട് പറഞ്ഞില്ല. ദേഷ്യമുണ്ട് മനസ്സിൽ. ആ ദേഷ്യം മനസ്സിൽ വന്നതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചു, നമ്മുടെ വാക്കുകളെ നിയന്ത്രിച്ചു, നമ്മുടെ കൈകാലുകളെ നിയന്ത്രിച്ചു. അതെപ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ള കാര്യം നാവിലൂടെ വാക്കായിട്ട് പറയണത്? എപ്പോഴാണ് മനസ്സിലുള്ള കാര്യം നമ്മൾ നമ്മുടെ കൈകാലുകൾ കൊണ്ട് പ്രവർത്തിക്കണത്? അപ്പോഴേ അത് തിന്മയായിട്ട് എന്ത് ചെയ്യുള്ളൂ, രേഖപ്പെടുത്തുള്ളൂ. ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളൊരു തെറ്റു ചെയ്യാൻ മനസ്സിൽ ഉദ്ദേശിച്ചു, പക്ഷെ ആ ഉദ്ദേശം അവൻ എന്ത് ചെയ്തില്ല, അവൻ ചെയ്തില്ല, അവൻ ഒഴിവാക്കി. അപ്പം മനസ്സിൽ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ട് അവന് തെറ്റ് കിട്ടുമോ? ഇല്ല. കാരണം അവൻ നാവ് കൊണ്ടത് പറഞ്ഞില്ല, കൈകാലുകൾ കൊണ്ട് എന്ത് ചെയ്തില്ല, അത് ചെയ്തില്ല. അതവൻ ചെയ്തിട്ടില്ല, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അതിനെ അവൻ എന്ത് ചെയ്തു, അത് പ്രാക്ടിക്കലാക്കി ചെയ്യുന്നതിനെ തൊട്ട് അവനത് ഉപേക്ഷിച്ചു. അപ്പോൾ അവനതിനെന്തുണ്ട്, പ്രതിഫലമുണ്ട് എന്നാണ്. മനസ്സിലായോ? അപ്പം ഈ ആയത്ത് നിങ്ങൾ സ്ഥിരം ഓതണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 274 ആയത്തിലെ ഹുക്കും അല്ലാഹ് എന്ത് ചെയ്തു, നസ്ഖ് ചെയ്തു. ആ ആയത്തിനെ നിലനിർത്തി. എന്നിട്ട് അവസാനത്തെ ആയത്ത് അല്ലാഹ് എന്ത് ചെയ്തു, അതിന് പകരമാക്കി ആ ആയത്തും ഹുക്കുമിനെയും അല്ലാഹ് എന്ത് ചെയ്തു, നിലനിർത്തി. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിലുണ്ട്. ഒരുപാട് എല്ലാം പറയാൻ നമുക്ക് സമയമില്ല. അതേപോലെ തന്നെ ചില നിയമങ്ങളെ, സുന്നത്തിലുള്ള ചില നിയമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് കൊണ്ട് എന്ത് ചെയ്യും, നസ്ഖ് ചെയ്യും. ആദ്യം ഖബർ സന്ദർശിക്കൽ എന്തായിരുന്നു, ഹറാമായിരുന്നു. പിന്നെ പ്രവാചകൻ്റെ സുന്നത്ത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഖബർ സന്ദർശനം ഹലാലാക്കി. ആദ്യം റുക്കിയ ചെയ്യൽ എന്തായിരുന്നു, ഹറാമായിരുന്നു. പിന്നെ പ്രവാചകൻ്റെ സുന്നത്ത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, റുക്കിയ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക, മതവിധി അവതരിപ്പിക്കുന്നവൻ ആരാണ്, അള്ളാഹുവാണ്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം പറയുന്ന ആയത്ത് നോക്കൂ. അല്ലാഹ് പറയുകയാണ്, അലം തഅലം, നീ അറിയുന്നില്ലേ, അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതിൻ്റെ അടുത്ത ആയത്ത് കൂടി ഓതിയിട്ട് നമുക്ക് വിശദീകരിക്കാം. അലം തഅലം, നീ അറിയുന്നില്ലേ. വീണ്ടും ചോദിക്കാൻ, അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ മുൽക്ക്, അധികാരമാർക്കാണുള്ളത്, അള്ളാഹുവിനാണ്. അപ്പോൾ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു, ആകാശഭൂമികളുടെ അതോറിറ്റി, അധികാരം അള്ളാൻ്റെ കയ്യിലാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാര്യം എപ്പോൾ, എവിടെ, എങ്ങനെ നിയമിക്കണം, എപ്പോൾ ഒരു കാര്യം എവിടെ നിന്ന് എടുത്തു മാറ്റണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരമാർക്കാണ്, അള്ളാഹുവിനാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല, പ്രത്യേകിച്ച് യഹൂദികൾക്ക്. കാരണം എന്താ, യഹൂദികളുടെ തൗറാത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പഴയ നിയമം ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെ പഴയ നിയമം ദുർബലപ്പെടുത്തിയത്? യഹൂദികൾക്ക്, ബനു ഇസ്രായേല്യർക്ക് ആദ്യം എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഒരു ആൾക്ക് സ്വന്തം 2 സഹോദരിമാരെ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നു. അതെന്ത് ചെയ്തു, ദുർബലപ്പെടുത്തി. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ആദ്യം അള്ളാഹ് എന്ത് കൊടുത്തിട്ടുണ്ട്, മകനെ അറുക്കാൻ പറഞ്ഞു. അതേ അള്ളാഹ് തന്നെ എന്ത് ചെയ്തത്, മകനെ അറുക്കണ്ടെന്ന് പറഞ്ഞത്. അത് അള്ളാഹിൻ്റെ അധികാരമാണ്. അറുക്കാൻ പറഞ്ഞ റബ്ബ് പറയാണ് അറുക്കണ്ടെന്ന്. ഒരു നിയമം കൊണ്ടുവന്നു, മറ്റൊരു നിയമം എന്ത് ചെയ്തു, ദുർബലപ്പെടുത്തി. തൗറാത്തിന് ശേഷം ഇഞ്ചീൽ വന്നപ്പോൾ ഇഞ്ചീൽ എന്ത് ചെയ്തു, തൗറാത്തിലെ വിധികളെ ദുർബലപ്പെടുത്തി. ഇഞ്ചീലിന് ശേഷം ഖുർആൻ വന്നപ്പോൾ എന്ത് ചെയ്തു, ഖുർആൻ ഇഞ്ചീലിലെയും തൗറാത്തിലെയും വിധികൾ എന്ത് ചെയ്തു, ദുർബലപ്പെടുത്തി. അപ്പോൾ അതൊക്കെ ഓരോ കാലഘട്ടത്തിനായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധി വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ യൂണിവേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ തിയറിയാണ് എക്സ്പാൻഡിങ് തിയറി. അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും യൂണിവേഴ്സ്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ബുദ്ധി എന്ത് ചെയ്യും,
വികസിച്ചു കൊണ്ടിരിക്കും. മനുഷ്യൻ്റെ ബുദ്ധിക്ക് വികാസമുണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ സംസ്കാരത്തിന് എന്ത് വരും? മാറ്റം വരും. മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും മാറ്റം വരും. അങ്ങനെ ഒരു വലിയ കാലയളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ അയച്ചു, വേദഗ്രന്ഥങ്ങൾ അയച്ചു. ആ കാലഘട്ടത്തിലേക്ക് മാത്രം നിയമം വെച്ച് മനുഷ്യൻ അവൻ്റെ എന്താ പറയുക, ബാല്യകാല ദശ അവൻ പിന്നിട്ടപ്പോൾ അള്ളാഹു ഇനി അവസാനമായ ഒരു അന്തിമ ദൂതനെ അവതരിപ്പിക്കുകയാണ്. ഇനി നിയമങ്ങൾ മാറ്റപ്പെടാൻ പാടില്ല. അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും ഒരേ നിയമം, ഒരേ പ്രവാചകൻ, ഒരേ വേദഗ്രന്ഥം, ഒരേ ഗൈഡ് ലൈൻ. എങ്ങനെയാണ് അള്ളാഹു നിശ്ചയിച്ചത്? മനുഷ്യൻ അവൻ്റെ ഒരു പൂർണ്ണത പ്രാപിച്ചെത്തിയ ഘട്ടത്തിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിക്കുന്നത്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഴയ നിയമങ്ങളെ നസ്ഖ് ചെയ്യണത്. പിന്നീട് അങ്ങോട്ടുള്ള എത്ര മനുഷ്യന്മാർ കടന്നു വന്നാലും ഈ നിയമം ആപ്റ്റാണ്, ഈ നിയമം സ്യൂട്ടാണ്. അപ്പോൾ ജൂതന്മാർ പറഞ്ഞാൽ ജൂതന്മാർക്കും അത് ന്യായമില്ല പറയാൻ. കാരണം എന്താ? ജൂതന്മാരുടെ കയ്യിലിരിക്കുന്ന തൗറാത്ത് മുൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിയമങ്ങളെ നസ്ഖ് ചെയ്തിട്ടുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിൻ്റെ കയ്യിലാണ് അധികാരം, ആകാശഭൂമികളുടെ അതോറിറ്റി, മുൽക്കിയത്തുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നിയമം കൊണ്ടുവരാനും ആ നിയമത്തിന് തുല്യമായ നിയമമോ അല്ലെങ്കിൽ അതിനേക്കാളും ഹൈറായ നിയമമോ കൊണ്ടുവരും. ഒരിക്കലും അതിനേക്കാൾ താഴ്ന്ന നിയമം അള്ളാഹു എന്ത് ചെയ്യൂല? കൊണ്ടുവരില്ല. ഇതിൻ്റെ അസ്ല് നമ്മൾ പഠിക്കണം. ഒരു ആയത്തിന് പകരം വേറൊരു ആയത്ത് കൊണ്ടുവരികയാണെങ്കിൽ നഅ്തി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, ഒരിക്കലും ആ നിയമത്തിൻ്റെ താഴെയുള്ള നിയമം എന്ത് ചെയ്യൂല? നിലവാരം കുറഞ്ഞത് എന്ത് ചെയ്യൂല? കൊണ്ടുവരില്ല. അല്ല, ഒരേ നിലവാരത്തിലുള്ളതായിരിക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനേക്കാളും ഹൈറായതായിരിക്കും കൊണ്ടുവരിക. നോമ്പ് ആദ്യം നിശ്ചയിച്ചു, വേണ്ടവർക്ക് നോമ്പെടുക്കാം, അല്ലാത്തവർക്ക് ഫിദിയ കൊടുക്കാം. പിന്നെ അള്ളാഹ് എന്ത് ചെയ്തു? എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നോമ്പ് പിടിക്കണമെന്ന് പറഞ്ഞു. ഈ എല്ലാ ആയത്തും ഖുർആനിലുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അത് കഴിഞ്ഞുള്ള ആയത്തിലാണല്ലോ പറഞ്ഞത് നോമ്പ് എടുക്കേണ്ടവർക്ക് എടുക്കാം, ഫിദിയ കൊടുക്കേണ്ടവർക്ക് ഫിദിയ കൊടുക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? കുറേ ആളുകൾ നോമ്പ് എടുക്കുമായിരുന്നു, കുറേ ആളുകൾ ഫിദിയ കൊടുക്കും. ഖലാസ്. പിന്നെ ഖുർആനിലെ ആയത്ത് അവതരിച്ചു. അടുത്ത ആയത്ത് അവതരിച്ചപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും നോമ്പ് നിർബന്ധമായിട്ടും എടുക്കണം എന്ന ആയത്ത് അവതരിച്ചു. അതാണ് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫിഹിൽ ഖുർആൻ. അപ്പോൾ ഫിദിയ കൊടുക്കൽ ഇല്ല, അവിടെ നോമ്പ് നോറ്റ് വീട്ടലാണ്. രോഗികൾക്കോ അതല്ലാത്ത നോമ്പ് പിടിക്കാനേ പറ്റാത്ത മനുഷ്യന്മാർക്കൊഴികെ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് അവതരിച്ചു. ആയത്ത് എന്താണെന്നറിയോ? ഈ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ ആദ്യം ഒരു നോമ്പ് പിടിച്ചത് മഗ്രിബ് ടു മഗ്രിബാണ്. മഗ്രിബിന് നോമ്പ് തുടങ്ങും, മഗ്രിബിന് എന്ത് ചെയ്യും? നോമ്പ് അവസാനിക്കും. മഗ്രിബിന് നോമ്പ് അവസാനിക്കും. പിന്നെ ഉടനെ തന്നെ അവരെന്ത് ചെയ്യും? ആ അടുത്ത ഇശായിലേക്ക് കയറുമ്പോഴേക്ക് അടുത്ത നോമ്പിലേക്ക് പ്രവേശിക്കും. ഇതവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. ഭാര്യ ഭർത്ത് ലൈംഗിക ബന്ധത്തിന് തടസ്സമായി. അപ്പം അള്ളാഹു അവർക്ക് ഇളവ് നൽകി. അടുത്ത ആയത്തിൽ നിങ്ങൾ എന്താണ്, കറുത്ത ഇഴകളിൽ നിന്ന് വെളുത്ത ഇഴകൾ, നൂലുകൾ വ്യത്യസ്തമാകുന്നു എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, വേർതിരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ ആയത്ത്. ആ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പ്രഭാതം മുതൽ സുബ്ഹ് മുതൽ മഗ്രിബ് വരെയുള്ള ടൈമാക്കി. അതല്ലാത്ത രാത്രി മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഭാര്യ ഭർത്ത് ബന്ധത്തിൽ ഏർപ്പെടാം, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, കുടിക്കാം എന്ന ആയത്ത് അവതരിപ്പിച്ചു. അപ്പോൾ ഖുർആൻ ഓരോ ആയത്തുകളെയും ആദ്യം അവതരിപ്പിച്ചു. എന്ത് ചെയ്തു? ആ നിയമം സ്വഹാബികൾക്ക് അക്സെപ്റ്റായി. പിന്നെ കുറച്ചുകൂടി സ്വഹാബികൾ എന്ത് ചെയ്തു? ദീനിയായിട്ട് അവർ വളർന്നപ്പോൾ അവർ കുറച്ചുകൂടി എന്ത് ചെയ്യണം? കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ആയത്ത് അവതരിപ്പിച്ചു. അങ്ങനെ ഘട്ടം ഘട്ടം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അള്ളാഹ് എന്ത് ചെയ്തു? ഒരു നിയമത്തെ നടപ്പിലാക്കി അത് പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. എന്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൽമും അള്ളാഹുവിൻ്റെ യുക്തിയുമാണ് ഈ ആയത്തുകൾ നമ്മെ എന്ത് ചെയ്യുന്നത്? അറിയിക്കുന്നത്. കാരണം അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന് ആയത്തുകളെ മാറ്റാം, ഹുക്കുമുകളെ മാറ്റാം, ആയത്ത് നിലനിർത്താം, ഹുക്കുമുകളെ മാറ്റാം, ഹുക്കുമ് നിലനിർത്താം, ആയത്തുകളെ മാറ്റാം. അള്ളാഹു സുബ്ഹാനഹു തആല അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. വമാ ലക്കും നിങ്ങൾക്കില്ല, മിൻ ദൂനില്ല അള്ളാഹുവിന് പുറമെ, മിൻ വലിയ്യ് ഒരു രക്ഷാധികാരിയും, വലാ നസീർ ഒരു സഹായിയും നിങ്ങൾക്കില്ല. അപ്പം അള്ളാഹു അല്ലാത്തൊരു രക്ഷാധികാരിയും ഒരു സഹായിയും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഇതിനെ പരിഹസിച്ച, ഇതിനെ ചോദ്യം ചെയ്ത യഹൂദികളും മുശ്രിക്കുകളോടും ഈ അഭിസംബോധനയുണ്ട്, നമ്മളോടും ഉണ്ട്. നമുക്കും അള്ളാഹു അല്ലാത്തൊരു രക്ഷാധികാരി ഇല്ല, അള്ളാഹു അല്ലാത്തൊരു സഹായി
ഇല്ല. അള്ളാഹുവിനെ നിങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങളെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല, ഒരു വലിയും ഉണ്ടാകില്ല, ഒരു നസീറും ഉണ്ടാകില്ല എന്ന് താക്കീത് നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ വിശാലമായൊരു വിഷയമാണ്. അതിൻ്റെ ഒരു വളരെ രത്നച്ചുരുക്കം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ബാക്കി ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബുക്കും പേനയായിട്ട് എന്ത് ചെയ്യണം? വരണം. ഇന്ന് ബുക്കും പേന എടുക്കാൻ മറന്നുപോയവർ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം? ബുക്കും പേനയും കൊണ്ടുവരണം. കാരണം ഇത് നമ്മൾ പഠിച്ച കാര്യം ഞാൻ ഇന്നലെ CRE ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുക, നമ്മുടെ അസറുകൾ വീട്ടിൽ ബാക്കിയാകും. നമ്മൾ ധരിച്ച ഏറ്റവും വില കൂടിയ ഡ്രസ്സ് നമ്മുടെ അലമാരയിലുണ്ടാവും. അത് നമ്മൾ മറ്റേ ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോയി വാങ്ങിയത് ഇത് ഞാൻ ഇട്ടിട്ട് വേറൊരാൾക്ക് കൊടുക്കണമെന്നുള്ള നെയ്യത്തിലൊന്നുമല്ല, ഏതെങ്കിലും ഫംഗ്ഷൻ എനിക്ക് നല്ല രൂപത്തിൽ ഇടണമെന്നുള്ള നെയ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മരിച്ചാൽ വേറെ ആളെടുത്ത് കൊടുക്കുക, അല്ലേ? അതവിടെ ഉണ്ടാവും. നമ്മൾ ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും, വില കൂടിയ വാച്ച് ഉണ്ടാവും, മൊബൈൽ ഫോൺ ഉണ്ടാവും, എല്ലാ വസ്തുക്കളും ഉണ്ടാവും. നമ്മൾ എഴുതിയ വിജ്ഞാനത്തിൻ്റെ ഒരു നോട്ട്ബുക്ക്, ആയത്തെഴുതിയിട്ടുണ്ട്, അറിവ് എഴുതിയിട്ടുണ്ട്. ആ നോട്ട്ബുക്ക് നമ്മുടെ അലമാരക്കകത്തുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ വസ്തുക്കളെല്ലാം ഓരോരുത്തർക്ക് ചിലപ്പോൾ സ്വതക്ക കൊടുത്തിട്ടുണ്ടാവും, ദാനം ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ വീട്ടുകാർക്ക് ഏറ്റവും വിലപിടിപ്പായിട്ടുണ്ടാവുക, വീട്ടുകാർക്ക് എടുത്തു പറയാൻ കഴിയുന്നത്, എൻ്റെ ഭർത്താവ് സ്ഥിരമായി പങ്കെടുത്ത ഖുർആൻ ക്ലാസ്സിലെ നോട്ടാണിത്. ഒന്ന് തുറന്നു നോക്കും ഭാര്യ, മക്കളൊന്ന് തുറന്നു നോക്കും, എൻ്റെ വാപ്പ ബാക്കിയാക്കിയതാണ്. അവരൊന്ന് എടുത്തു വായിച്ചു നോക്കുമ്പോൾ അവർക്കുപകരിക്കുന്നത് അതാണ്. അതൊരു അസറാണ്. നമ്മൾ വിചാരിക്കും ഒരു നോട്ട്ബുക്കല്ലേ, ചിലപ്പോൾ ആ നോട്ട്ബുക്കിൽ കുറിച്ചിട്ട ഒരു വാചകമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ മക്കളുടെ ഹൃദയം തുറക്കുക, നമ്മുടെ ഭാര്യയുടെ ഹൃദയം തുറക്കുക, നമ്മുടെ മാതാപിതാക്കളുടെ ഹൃദയം തുറക്കുക. CRE കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഉമ്മക്കും ഉപ്പക്കും ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ ധരിച്ച വസ്ത്രത്തെക്കാൾ വലുത് നിങ്ങൾ ആ നോട്ട്ബുക്കിൽ എഴുതി വെച്ച ആയത്തും ആ നല്ല കാര്യങ്ങളായിരിക്കും. എൻ്റെ മോൻ എഴുതി വെച്ച ഖുർആനിൻ്റെ ആയത്തുകൾ, എൻ്റെ മോൻ എഴുതി വെച്ച അറിവുകൾ, അത് ഉമ്മക്ക് ഏറ്റവും വിലപ്പെട്ടതാകും, ഏറ്റവും വിലപ്പെട്ടതാകും ഉപ്പക്ക്. ഇതുപോലെ നമ്മൾ ഇനി ക്ലാസ്സിൽ, ഏത് ക്ലാസ്സിലാകട്ടെ, ഏത് ക്ലാസ്സിൽ എഴുതി വെക്കണം ഒരു നോട്ട്ബുക്ക് നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ഇൽമ നേടുന്ന ഒരു കുഞ്ഞു പുസ്തകം, ഒരു ചെറിയ നോട്ട്ബുക്ക്. ആ ബുക്കിൽ നമ്മൾ പഠിച്ച വിജ്ഞാനങ്ങൾ ഇവിടെ ബാക്കിയാക്കി പോകാൻ നമുക്ക് പറ്റും. ചിലപ്പോൾ എല്ലാവർക്കും എഴുത്തുകാരനൊന്നും ആകാൻ പറ്റൂല, അല്ലേ? നമ്മളുണ്ടാവും, നമുക്കൊന്നും ഒരു എഴുത്തുകാരനാകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ ആ എഴുതി വെച്ചത് സഹോദരങ്ങളെ നല്ല നെയ്യത്തിലാണെങ്കിൽ അള്ളാഹു അത് എന്ത് ചെയ്യും? പൂർത്തീകരിച്ചു തരും. അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാകപ്പിഴവുകൾ, പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിത്തന്ന ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു കമ്മിറ്റിക്കാർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സമയം, ഈ ഒരു ഇരുത്തം, ഈ ഒരു അധ്വാനം മീസാനിൽ കനം തൂങ്ങുന്ന നന്മയാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.